ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കെ ഹർഷിന. ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഉറപ്പ് വിശ്വസിച്ച് നേരത്തെ നടത്തിവന്ന സമരം പിൻവലിച്ച താൻ വഞ്ചിക്കപ്പെട്ടെന്നാണ് ഹർഷിന കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞത്. തന്റെ തുടർ സമരം നീതി തേടി മാത്രമുള്ളതാണ്. അത്തരം സമരത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്നും ഹർഷിന പറഞ്ഞു. കോഴിക്കോട് നിന്നും റിയാസ് KMR തയ്യാറാക്കിയ വാർത്തയിലേക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ നീതി തേടി ഹർഷിന കഴിഞ്ഞ 5 വർഷമായി പോരാട്ട രംഗത്താണ്. എന്നാൽ കഴിഞ്ഞ മാസം ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകിയ ഉറപ്പിന്മേൽ അവർ നടത്തി വന്ന സമരം അവസാനിപ്പിച്ചിരുന്നു. ആ ഉറപ്പിൽ നീതി ലഭിച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ട് ഹർഷിന വീണ്ടും സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. ഇത്തവണ ഹർഷിന ഒറ്റയ്ക്കല്ല, ഹർഷിന സഹായ സമരസമിതിയും കൂടെയുണ്ട്, അതായത് പൊതുജനങ്ങളും കൂടെയുണ്ട് എന്ന് ഹർഷിനെ അനുകൂലിക്കുന്നവർ പറയുകയാണ്. ആരോഗ്യമന്ത്രി സർക്കാർ നൽകിയ ഉറപ്പ് പാലിച്ചില്ല എന്നൊരു ആരോപണം അവരുടെ ഭാഗത്തു നിന്നുണ്ട്. ഈ മെയ് 22 മുതലാണ് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 വരെ അനിശ്ചിതകാല സമരം കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുൻപിൽ അവർ ആരംഭിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള സമരപ്രഖ്യാപന കൺവെൻഷൻ കോഴിക്കോട് നടന്നു. ഈ സമരത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ഹർഷിന തന്നെ ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. ഹർഷിന, ഏത് രീതിയിലുള്ള സമരമാണ് നിങ്ങളിപ്പോൾ ഇനി നടത്താൻ ഒരുങ്ങുന്നത്? ഇനി നമ്മളൊരു സമരം നടത്തിയതാണല്ലോ. ആ സമരം 7 ദിവസം, അതായത് ഫസ്റ്റ് നിരാഹാരമായിട്ട്, പിന്നെ 7 ദിവസം അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് തന്നെ പറയാം, ഒരു മെഡിക്കൽ കോളേജിന് മുമ്പിൽ ഒരു സ്ത്രീയായ ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു സമരത്തിന് ഇറങ്ങാത്ത ഞാൻ ഇത്രയും 5 വർഷം ദുരിതം അനുഭവിച്ചു. അതിനൊരു നീതി കിട്ടാത്ത ആ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞാനും ഭർത്താവും ഒരു സമരത്തിന് ഇറങ്ങേണ്ടി വന്നത്. എന്നെ ഇറക്കിയത് ആണ് ശരിക്കും. ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടും അതിനെ ഒരു നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഇത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മൈൻഡില്ലായ്മ, അതായത് 3 പ്രാവശ്യം അന്വേഷണ സമിതി അന്വേഷിച്ചിട്ടും ഒരു വ്യക്തതയില്ല എന്ന് പറഞ്ഞ് നമ്മളെ ശരിക്കും ഒരു പറ്റിക്കുന്ന രൂപത്തിലേക്ക് പോയി. നമുക്ക് അർഹമായ ഒരു നീതി ലഭിക്കൂല എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു സമരത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. ആ ഒരു 7ാമത്തെ ദിവസം മന്ത്രി നമ്മുടെ സമരപ്പന്തലിൽ വന്നിട്ട് ഞാനൊരു സ്ത്രീയാണ്, അമ്മയാണ്, ഹർഷിനേൻ്റെ വേദനകളെല്ലാം മനസ്സിലാകുന്നുണ്ട്. ഈ ഒരു 25-30 വയസ്സിൻ്റെ ഇടയ്ക്ക് 5 വർഷം ഒരു സ്ത്രീ ഒരു 5 ദിവസം ഒരു കത്രിക വയറ്റിലിട്ട് നടക്കാൻ ആവുമോ? അങ്ങനത്തെ ഒരു അവസ്ഥയിൽ 5 വർഷം എത്രത്തോളം ദുരിതം അനുഭവിച്ചിട്ടുണ്ടാവും. എല്ലാ കാര്യങ്ങളും വ്യക്തമാണ്. ഇത് ഹർഷിനക്ക് നീതി നിഷേധം, എന്താ പറയുക, ന്യായമായ അർഹതപ്പെട്ടതാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ട് രണ്ടും അവർ വ്യക്തതയില്ല എന്ന് പറയുന്നത്. ആദ്യത്തെ സിസേറിയൻ 2 താലൂക്ക് ഹോസ്പിറ്റൽ താമരശ്ശേരിയും, 3ാമത്തെ സിസേറിയൻ കോളേജും ആയതുകൊണ്ട് അത് രണ്ടും ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. എന്തായാലും ഈ ഒരു സിസേറിയനിലാണ് ഈ കത്രിക വന്നത് എന്ന് ഉറപ്പാണെന്നും എല്ലാം കൊണ്ടും ഹർഷിനൻ്റെ കൂടെ ഉണ്ട്. ഹർഷിന ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് അർഹമായ നഷ്ടപരിഹാരം നൽകുന്ന ഉറപ്പ് തന്നു പോയി. അതും 15 ദിവസത്തിനുള്ളിൽ നിന്ന് ഉറപ്പ് തന്ന്, അതായത് നമ്മളെ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ഉറപ്പ് തന്നു. അപ്പോൾ പിന്നെ എനിക്കൊന്നും നോക്കാനില്ല. ആരോഗ്യമന്ത്രി നമ്മൾ വെറുതെ വേറെ ഒരാൾ തരുമ്പോഴുള്ള വാക്കല്ലല്ലോ. അങ്ങനെ തന്നു പോയിട്ട് 15 അല്ല, ഒരു മാസത്തോളം കഴിഞ്ഞിട്ടും ഒരു മറുപടി ഇല്ലാഞ്ഞപ്പോൾ ഞാൻ അടുത്ത സമരത്തിന് ഇറങ്ങുകയാണ്. മന്ത്രി അല്ലെങ്കിൽ ഗവൺമെൻറ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയും വന്നില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഒരു തീരുമാനം വന്നത്. ആഭ്യന്തര വകുപ്പിൻ്റെ അന്വേഷണവും 2 ലക്ഷം രൂപ നഷ്ടപരിഹാരവും. അത് 2 ലക്ഷം, ഒരു 5 വർഷം അനുഭവിച്ച വേദന പോട്ടെ, അത് ഞാൻ സഹിച്ചു. ഇനി എത്ര കോടികൾ കിട്ടിയാലും എനിക്ക് ആ വേദന ഇനി ഞാൻ തന്നെ അനുഭവിച്ചു തന്നെയാണ്. ആ ഒരു സാമ്പത്തിക നഷ്ടം എൻ്റെ കുടുംബത്തിനുണ്ടായ, എൻ്റെ 3 ചെറിയ കുട്ടികളെ ഞാൻ പോറ്റി വളർത്തിയതിൽ ആ കുട്ടികൾക്കുണ്ടായ നഷ്ടം, ഒരു ഉമ്മ അസുഖമായി ഉണ്ടാവുന്നുള്ള ആ ഒരു അവസ്ഥയും ഇത്രയും കാര്യങ്ങളും ഉണ്ടായിട്ട് വെറും ഒരു 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം എന്ന് പറയുമ്പോൾ ആ ഒരു പ്രഖ്യാപിക്കാനുണ്ടായ അവരൊരു മനസ്സിൻ്റെ അവസ്ഥ ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും നമ്മൾ വേറൊരു അജണ്ടയുമായി വന്നവരല്ലല്ലോ ഒരു സമരം എന്ന് പറഞ്ഞിട്ട്. അത്രയും വേദന അനുഭവിച്ച് അത്രയും പ്രയാസങ്ങളിൽ എത്തിപ്പോയിട്ട് സാധാ ഒരു മനുഷ്യനെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് മുന്നോട്ട് പോയൊരു ഫാമിലി മൊത്തത്തിൽ സാമ്പത്തികമായിട്ടും ശാരീരികമായും മാനസികമായും തളർന്ന് തരിപ്പണായി നിൽക്കുന്ന അവസ്ഥയിൽ 2 ലക്ഷം രൂപ നിങ്ങൾക്ക് സഹായം നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നു പറയുമ്പോൾ നമ്മൾ ഏത് രൂപത്തിൽ അത് അംഗീകരിക്കും? ഒരു വിധത്തിലും നമുക്ക് അംഗീകരിക്കാൻ നമ്മളൊരു നഷ്ടങ്ങൾക്ക് പരിഹാരമാകുമ്പോൾ അല്ലേ നഷ്ടപരിഹാരമാവുന്നുള്ളൂ. ഒരിക്കലും നഷ്ടത്തിന് പരിഹാരമാവുന്നില്ല. എൻ്റെ വേദനയ്ക്ക് പരിഹാരം ഒരാൾക്കും തരാനും കഴിയില്ല. എന്നാലും എനിക്കുണ്ടായ ഒരു സാമ്പത്തിക നഷ്ടം നികത്താനെങ്കിലും ഉതകുന്ന ഒരു നഷ്ടപരിഹാരം ഞാൻ നിവേദനത്തിൽ മന്ത്രിക്ക് പറഞ്ഞതാണ്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
അപ്പോൾ ആ ഒരു നഷ്ടപരിഹാരവും ഇത് ചെയ്തവരെ, ഇത് ആരാണോ ഇത് എടുത്തോന്ന് ഉറപ്പാണല്ലോ, അവരെ പുറത്ത് കൊണ്ടുവരിക, അതും പിന്നെ ഇനി ഈ ഒരു സ്ത്രീക്ക് ഈ ഒരു ഗതികേട് ഉണ്ടാവരുതെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇനി അടുത്ത ഘട്ട സമരത്തിലേക്ക് പോകുന്നത്. വിജയം കാണുന്നവരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. നമ്മളെ കൂടെ സമര സഹായ സമിതിയുണ്ട്, നാട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, അതുകൊണ്ട് ശക്തമായിട്ട് തന്നെ നല്ല എന്താ പറയുക, എവിടെ വിജയം കിട്ടും അവിടെ വരെ പോകാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പോഴും ഞാൻ ആ ഒരു സമരത്തിൽ ഇരിക്കാൻ പറ്റിയ ശാരീരിക അവസ്ഥയിലല്ല. ഇതെടുത്തിട്ടും കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്, അത്രയും വേദനകളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ സമരത്തിലിരിക്കും, എനിക്ക് വിജയം കണ്ടേ തീരും. മറ്റൊരു കാര്യം, ഈ ഹർഷിനിക്ക് സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. 2 ലക്ഷം രൂപയാണെങ്കിൽ കൂടിയും അത് പ്രഖ്യാപിച്ചു. എന്നിട്ട് കൂടി പിന്നീട് വീണ്ടും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ നീതി തേടിക്കൊണ്ട് ഹർഷിന് സമരരംഗത്തേക്ക് പോകുന്നതിന് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് CPM ആരോപിക്കുകയാണ്. ആ ആരോപണത്തിനുള്ള മറുപടി എന്താണ്? ഒരിക്കലുമല്ല, ഏതൊരാൾക്കും വ്യക്തമാകുന്ന രൂപത്തിലാണ്. ഫസ്റ്റ് തന്നെ ഞാൻ ആദ്യമായിട്ട് സമരത്തിന് ഇറങ്ങുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമാണ് ആ മെഡിക്കൽ കോളേജിന് മുമ്പിൽ ഒരു പന്തൽ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ അവസ്ഥ മനസ്സിലാക്കി, ഞാൻ ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് 100% വ്യക്തമായതുകൊണ്ട് എൻ്റെ കൂടെ വന്നവരാണ് ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും. ഒരാൾ മാത്രമല്ല, എല്ലാവരും ഉണ്ട് എൻ്റെ കൂടെ ഉണ്ട്. ഹർഷിന 100% നീതി നിഷേധമാണ്. അവർക്ക് അത്രയും വ്യക്തമായതുകൊണ്ടാണ് അവരെൻ്റെ കൂടെ കൂടാൻ തീരുമാനിച്ചത്. അതെനിക്ക് സപ്പോർട്ടായിട്ടാണ്. അവരെ എന്നെ മുന്നിൽ നിർത്തി ഗവൺമെൻറ്റിനെതിരെ നടത്തുന്ന ഒരു സമരമല്ല. എനിക്ക് 100% നീതി നിഷേധിക്കപ്പെടുന്നു. ഒരു സ്ത്രീക്ക് എന്ന നിലയിൽ, വേദന അനുഭവിച്ച ഒരു പെണ്ണെന്ന നിലയിൽ എനിക്ക് അർഹമായ നഷ്ടപരിഹാരവും നീതിയും കിട്ടണമെന്നും ഒരു മാനുഷിക പരിഗണന വെച്ചുമാണ് അവരെൻ്റെ കൂടെ നിൽക്കുന്നത്. ഒരിക്കലും ഒരു രാഷ്ട്രീയ അജണ്ടയുടെ പേരിലല്ല എന്ന് വ്യക്തമാണ്. പിന്നെ വെറുതെ ഒരു ആരോപണം അത്രേ ഉള്ളൂ. തുച്ഛമായ തുക നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് മാത്രം ഏതെങ്കിലും ഒരു സമരം ഒതുക്കി തീർക്കാമെന്ന് സർക്കാർ വ്യാമോഹിക്കേണ്ട എന്ന് തന്നെയാണ് ഹർഷനയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഹർഷനയ്ക്ക് നീതി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം. കോഴിക്കോട് നിന്നും ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.